ഇറാനെതിരായ യുദ്ധത്തിൽ വലിയ നഷ്ടങ്ങൾ നേരിട്ട മിഡിൽ ഈസ്റ്റ് പുനരുജ്ജീവനത്തിനൊരുങ്ങുകയാണ്. പുതിയൊരു ലോകക്രമവും അനന്ത സാധ്യതകളുള്ള ഒരു പുതിയ ഭാവിയുമാണ് മിഡിൽ ഈസ്റ്റിന്റെ പ്രതീക്ഷ. അമേരിക്കയും ഇറാനും തമ്മിൽ സ്ഥിരം വെടിനിർത്തൽ കരാർ സാധ്യമാകുന്നതോടെ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇറാന്റെ രണ്ടാം നിര ശക്തരും മിടുക്കരുമാണെന്ന് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് തന്നെ പ്രസ്താവന നടത്തിയതോടെ യുദ്ധത്തിൽ അമേരിക്ക തോറ്റുവെന്ന് ലോകത്തിനു മുന്നിൽ തുറന്നു സമ്മതിച്ചിരിക്കുകയാണ്. ഇറാനെ യഥാർത്ഥത്തിൽ അമേരിക്ക മനസ്സിലാക്കിയിരുന്നില്ല. 4 ദിവസം കൊണ്ട് ഇറാനിൽ ഭരണമാറ്റം നടപ്പാക്കുമെന്ന് അവകാശപ്പെട്ട അമേരിക്കയ്ക്ക് 4ലും 40ലും ഭരണമാറ്റം സാധ്യമായില്ല. തങ്ങളെ ഉപദ്രവിച്ചാൽ മിഡിൽ ഈസ്റ്റ് സ്തംഭിപ്പിക്കുമെന്ന് ഇറാൻ വെറുതെ പറഞ്ഞതല്ലെന്ന് വൈറ്റ് ഹൗസിലിരുന്ന് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് തന്നെ 1000 തവണ ഇതിനോടകം പിറുപിറുത്ത് കാണും. സ്ഥിരം വെടിനിർത്തൽ കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പിടാനൊരുങ്ങുമ്പോൾ അതിലൂടെ ഉരുകിയൊലിക്കുന്നത് അമേരിക്കയുടെ ലോക പോലീസിംഗ് കുപ്പായം കൂടിയാണ്. മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും അമേരിക്കയുടെ ശാസനകൾ വെള്ളം തൊടാതെ വിഴുങ്ങിയിരുന്ന കാലം കൂടിയാണ് ഇപ്പോൾ അവസാനിക്കുന്നത്. ആ ലോകക്രമം വലിയ പ്രതീക്ഷയാണ്. അതിൽ മലയാളികൾക്കും സന്തോഷിക്കാൻ ഒരുപാട് വകയുണ്ട്. കാര്യം മലയാളികൾക്ക് അത്തറ് മണമുള്ള ജീവിതം നൽകിയ സൗദിയും ഖത്തറും UAEയും ഒമാനുമെല്ലാം ഇപ്പോൾ ആ പുതിയ ലോകത്തിന്റെ വാതിൽക്കൽ നിൽക്കുകയാണ്. ഒട്ടനവധി അവസരങ്ങളും നിക്ഷേപങ്ങളും പ്രതീക്ഷകളും തുറന്നു വെക്കുന്ന ഒരു പുതിയ മിഡിൽ ഈസ്റ്റ് ഭൂപടം. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഫാക്ട് ആൻഡ് ഫോക്കസ് വിശദമായി പരിശോധിക്കാം. 108 യുദ്ധദിനങ്ങൾ. ലോകത്തിലെ 1-ാം നമ്പർ യുദ്ധശക്തിയെ 16ാം സ്ഥാനത്തുള്ള ഇറാൻ വിറപ്പിച്ചു നിർത്തിയ ദിനങ്ങൾ. ആയുധശക്തി കൊണ്ട് ഇറാനെ അടിച്ചിടാമെന്ന് വിചാരിച്ച അമേരിക്കയ്ക്കും ഇസ്രായേലിനും തെറ്റി. ഇറാൻ ആഗോള കച്ചവടത്തെ മുൾമുനയിൽ നിർത്തി. സാമ്പത്തിക യുദ്ധതന്ത്രം സ്വീകരിച്ചു. ഇപ്പോഴിതാ അമേരിക്ക തന്നെ തോൽവി സമ്മതിച്ചിരിക്കുന്നു. സ്ഥിരം വെടിനിർത്തൽ കരാറിൽ ഒപ്പിടാൻ ഒരുങ്ങുകയാണ് ഇരു രാജ്യങ്ങളും. യുദ്ധം ആരംഭിക്കുമ്പോൾ അമേരിക്ക വീമ്പ് പറഞ്ഞിരുന്ന ലക്ഷ്യങ്ങളും നിലവിൽ പൂർത്തിയായിട്ടില്ല. ഇറാനിൽ അമേരിക്ക ഉദ്ദേശിച്ച ഭരണമാറ്റമുണ്ടായില്ല. സമ്പുഷ്ടീകരിച്ച യുറേനിയം എവിടെയെന്ന് പോലും നാളിതുവരെയും കണ്ടെത്താനായില്ല. ആണവ ബാലിസ്റ്റിക് മിസൈലുകൾ പൂർണ്ണമായി ഇല്ലാതാക്കാനായില്ല. ഇതിനെല്ലാം പുറമെ ഇറാന്റെ മരവിപ്പിച്ചിരുന്ന $24 ബില്യൺ ആസ്തികൾ സ്വതന്ത്രമാക്കാനും നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാനും അമേരിക്ക ഏറെക്കുറെ സമ്മതിക്കുക കൂടി ചെയ്തിരിക്കുന്നു. ലോകശക്തികളെ കൊണ്ടും കൊടുത്തും തന്നെയാണ് ഇറാൻ കീഴടക്കിയത്. ഈ തോൽവി ഇപ്പോൾ അമേരിക്ക സമ്മതിക്കുന്നത് കടുത്ത സാമ്പത്തിക കുരുക്കുകളിൽ ശ്വാസം മുട്ടിയാണ്. US-ന്റെ F-35 ഉൾപ്പെടെയുള്ള വിമാനങ്ങളെ ഇറാൻ മരണക്കിണറിലേക്ക് വീഴ്ത്തിയതോ സൈനിക താവളങ്ങളുടെ പ്രതിരോധ കോട്ടകൾ വിറപ്പിച്ചതോ അല്ല അതിനു പിന്നിലുള്ള യഥാർത്ഥ കാരണം. മറിച്ച് ഇറാൻ മിഡിൽ ഈസ്റ്റിൽ തീർത്തൊരു കത്രികപ്പൂട്ടുണ്ട്. ആഗോള കച്ചവട സ്ഥിരാകേന്ദ്രങ്ങളെല്ലാം ആ പൂട്ടിൽ കിടന്ന് പിടയുകയായിരുന്നു. മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളുടെയും GDPയിൽ 20% വരെ കുറവ് സംഭവിച്ചു. തീരാത്ത യുദ്ധം പല അറബ് രാജ്യങ്ങളുടെയും കണ്ണു തുറപ്പിച്ചു. അമേരിക്ക മാത്രമല്ല ഈ ലോകത്തിലെ വൻ ശക്തിയെന്ന് സൗദിയും ഖത്തറും UAEയും ഒമാനുമെല്ലാം തിരിച്ചറിഞ്ഞു. മിഡിൽ ഈസ്റ്റ് അപകടത്തിലാകുമ്പോൾ മലയാളിക്ക് ഒരിക്കലും ചിരിക്കാനാവില്ല. കാര്യം ആ യുദ്ധം കയറിയിറങ്ങുന്നത് മലയാളികളുടെ അടുക്കളകളിൽ കൂടിയാണ്. ഇപ്പോഴിതാ സന്തോഷിക്കാൻ വകയൊരുങ്ങുകയാണ്. സ്ഥിരം വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുന്നതോടെ മിഡിൽ ഈസ്റ്റ് പ്രതാപം തിരിച്ചുപിടിക്കുമെന്നാണ് വിലയിരുത്തൽ. അമേരിക്കയ്ക്ക് മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കാത്തൊരു പുതിയ ലോകക്രമം ഉണ്ടാവുമെന്നതാണ് അതിലെ പ്രധാന മാറ്റം, വലിയ പ്രതീക്ഷയുള്ള മാറ്റം. യുദ്ധം അവസാനിക്കുന്നതോടെ സാമ്പത്തിക മേഖല പച്ചപിടിക്കും. GDPയിൽ വളർച്ചയുണ്ടാവും. നിക്ഷേപങ്ങളും അവസരങ്ങളും സ്വാഭാവികമായി വർദ്ധിക്കും. നിക്ഷേപകർക്ക് ഇതൊരു സുവർണ അവസരമായിരിക്കും. വിസ നടപടികൾ ലളിതമാക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ ഒട്ടേറെ പ്രതീക്ഷകളുമായാണ് പല അറേബ്യൻ രാജ്യങ്ങളും. യുദ്ധം നിലനിൽക്കുമ്പോൾ തന്നെ 100 കോടി ദിർഹത്തിന്റെ പദ്ധതിക്ക് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ അനുമതി നൽകിയിരുന്നു. ഇനി വരാനിരിക്കുന്ന വാർത്തകൾ അതിനേക്കാൾ മനോഹരമായിരിക്കും. വ്യവസായങ്ങളുള്ള എല്ലാ നിക്ഷേപകർക്കും ലൈസൻസ് പുതുക്കുമ്പോൾ ഫീസ് ഇളവും. പുതിയ കച്ചവടങ്ങൾ ആരംഭിക്കാനുള്ള നടപടികൾ ലളിതമാക്കാനും തീരുമാനിച്ചിരിക്കുകയാണ് ദുബായ് ഭരണകൂടം. അബുദാബിയിൽ വാടക വർധന മരവിപ്പിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരുന്നു. അതേസമയം വിനോദസഞ്ചാരികളെ തിരികെ കൊണ്ടുവരാനുള്ള പദ്ധതികൾക്ക് കളമൊരുക്കുകയാണ് UAE. ടിക്കറ്റ് എടുക്കുന്ന എല്ലാ സന്ദർശകർക്കും സൗജന്യ ഇൻഷുറൻസ് നൽകുമെന്നാണ് UAEയുടെ ദേശീയ വിമാന കമ്പനിയായ ഇത്തിഹാദിന്റെ വാഗ്ദാനം. പുതിയ വീടോ വസ്തുവകകളോ സ്വന്തമാക്കുന്നവർക്ക് എത്രയും വേഗം തന്നെ ഗോൾഡൻ വിസ നൽകാനും പദ്ധതിയുണ്ട്. UAE സ്വീകരിച്ചതുപോലുള്ള പുതിയ നടപടികളുമായി കുവൈറ്റുമുണ്ട് കൂടെ. ദീർഘകാല വിസ നൽകുന്ന പദ്ധതിയിൽ പല പരിഷ്കരണങ്ങൾക്കും ഒരുങ്ങുകയാണ് കുവൈറ്റ്. നിക്ഷേപകർക്കും സ്ഥാപന ഉടമകൾക്കും അവരുടെ ജീവിത പങ്കാളികൾക്കുമെല്ലാം ഈ നടപടികളുടെ പ്രയോജനം ലഭിക്കും. സൗദിയും ഒമാനുമെല്ലാം ഈ പാതയിൽ തന്നെ. നിക്ഷേപങ്ങൾ കൂടുതൽ സ്വീകരിക്കാനും അവസരങ്ങൾ വിശാലമാക്കാനും ഒരുങ്ങുകയാണ് ഇരു രാജ്യങ്ങളും. കമ്പനികളുടെ ആസ്ഥാനം സൗദിയിലേക്ക് മാറ്റുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൗദി ഭരണകൂടം. മൊത്തത്തിൽ മാറ്റങ്ങളുടെയും പുതിയ പ്രതീക്ഷകളുടെയും കാഹളം മുഴങ്ങുകയാണ് മിഡിൽ ഈസ്റ്റിൽ.
വരാനിരിക്കുന്നത് ഒരു ന്യൂ മിഡിൽ ഈസ്റ്റ് ആണ്. അത് തുറന്നു വയ്ക്കുന്ന അവസരങ്ങൾ എല്ലാവർക്കും ഉപകരിക്കും. തൊഴിൽ മേഖലകൾ വീണ്ടും സജീവമാകും. അതുവഴി ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ആദികൾ അവസാനിക്കും. സ്ഥിരം വെടിനിർത്തൽ കരാറിൽ അമേരിക്കയും ഇറാനും ഒപ്പിടാൻ ഒരുങ്ങുമ്പോൾ അവസാനിക്കുന്നത് അമേരിക്കയുടെ ലോക പോലീസിംഗ് മാത്രമല്ല, മലയാളികൾ ഉൾപ്പെടെ ലോകത്തിൻ്റെ വ്യത്യസ്ത ദിക്കുകളിൽ നിന്നും ഗൾഫ് നാടുകളിൽ വന്ന് പണിയെടുത്തിരുന്ന, നിക്ഷേപങ്ങൾ നടത്തിയിരുന്ന മനുഷ്യരുടെ വേവലാതികളും ആദികളും സങ്കടങ്ങളും കൂടിയാണ്.